നമസ്കാരം. സി ന്യൂസ് ലൈവിന്റെ സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിസിലി ജോൺ. അമേരിക്കയിൽ 83 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് ജൂലൈ 17 മുതൽ 21 വരെ ഇന്ത്യാനപോളിസിലാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്നത്. 4 വ്യത്യസ്ത പാതകളിലൂടെ 60 ദിനങ്ങളിലായി 6500 മൈൽ പിന്നിടുന്ന ദിവ്യകാരുണ്യ പ്രദർശനങ്ങൾ ജൂലൈ 17-ന് ഇന്ത്യാനപോളിസിലെ ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിൽ എത്തുന്നതോടെ ദിവ്യകാരുണ്യ കോൺഗ്രസിന് തുടക്കമാകും. ദിവ്യകാരുണ്യ ആരാധന, ദിവ്യബലികൾ, പ്രഭാഷണങ്ങൾ, വിവിധ വർക്ക്ഷോപ്പുകൾ എന്നിവ ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ഭാഗമായി നടക്കും. അമേരിക്കയിലെ പ്രശസ്തരായ വചന പ്രഘോഷകരും സംഗീതജ്ഞരും നേതൃത്വം നൽകും. 1895 വാഷിംഗ്ടൺ DC-യിലെ കത്തോലിക്ക സർവകലാശാല ക്യാമ്പസിലാണ് US-ലെ ആദ്യ ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നത്. തുടർന്ന് 1941 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ 9 ദിവ്യകാരുണ്യ കോൺഗ്രസുകൾ അമേരിക്കയിൽ നടന്നുവെങ്കിലും ഇപ്പോൾ നീണ്ട 83 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്നത്. ദിവ്യകാരുണ്യ കോൺഗ്രസിന് മുന്നോടിയായുള്ള ദിവ്യകാരുണ്യ തീർത്ഥയാത്രകൾ അമേരിക്കയിൽ പുരോഗമിക്കുകയാണ്. പന്തക്കോസ്ത തിരുനാൾ ദിനത്തിലാണ് രാജ്യത്തിന്റെ 4 ദിക്കുകളിൽ നിന്ന് ദിവ്യകാരുണ്യ തീർത്ഥാടനങ്ങൾ ആരംഭിച്ചത്. US-ന്റെ നെടുകയും കുറുകയും സഞ്ചരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ വണങ്ങുന്നതിനും ഒപ്പം തീർത്ഥയാത്രയിൽ പങ്കുചേരുന്നതിനുമായി ആയിരങ്ങളാണ് പ്രതികൂല കാലാവസ്ഥയിലും അണിനിരന്നിരിക്കുന്നത്. സ്പെഷ്യൽ ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.